വനം നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ. 1961 കേരള വനനിയമത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് 2013 2013 എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്ന് UDF സർക്കാരായിരുന്നു. 2013 മാർച്ച് മാസത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയ കരട് ബില്ല്, അതിന്മേലാണ് തുടക്കം. മനഃപൂർവ്വം വനത്തിൽ കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തുക, വനത്തിൽ പ്രവേശിക്കുക, ഇതെല്ലാം കുറ്റമാക്കുന്നതാണ് ആ ഭേദഗതി. അതിൻ്റെ തുടർ നടപടികളാണ് പിന്നീടുണ്ടായത്. ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ ഗൗരവമായി സർക്കാർ കാണുകയാണ്. കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. സർക്കാരിൻ്റെ നിലപാട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ്. മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ നിലപാടുകൾ സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും കൈക്കൊള്ളണമെന്നതിൽ തർക്കമില്ല. വനസംരക്ഷണ നിയമത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സർക്കാർ നിലപാട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ ആകെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. അതിൽ 11,309 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ്. 1,525.5 ചതുരശ്ര കിലോമീറ്റർ തോട്ടങ്ങളാണ്. ഇപ്പോൾ ജനസാന്ദ്രത നോക്കിയാൽ നമ്മുടേത് ചതുരശ്ര കിലോമീറ്ററിന് 860, തമിഴ്നാട്ടിൽ 555, കർണാടകത്തിലേത് 319. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രതയും ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജീവിത രീതികളും കണക്കിലെടുക്കുന്നതാവണം വനനിയമങ്ങളെന്നാണ് സർക്കാർ കാണുന്നത്. ആ നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതേസമയം നീതിരഹിതമായ രീതിയിൽ വനവും വനവിഭവങ്ങളും ചൂഷണം ചെയ്യപ്പെടരുത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വെള്ളം ചേർക്കരുത്. ഈ സമീപനമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിലൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്.
വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ. ഉച്ചക്കുളത്തെ സരോജിനി കാട്ടിൽ ആട് മേയ്ക്കാൻ പോയപ്പോൾ ആക്രമണത്തിനിരയായി എന്നാണ് പ്രാഥമിക വിവരം. സരോജിനിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്ര നിയമം തന്നെയാണ്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11(1)(a)യും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങളുമാണ്. 1972 പ്രസ്തുത കേന്ദ്ര നിയമം ഭരണഘടനയുടെ 252 അനുച്ഛേദപ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. അത് ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതി തന്നെയുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 11 അനുവദിക്കുന്നുള്ളൂ. ക്രിമിനൽ നിയമ നടപടി സംഹിത ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ് ലൈൻസ്, ഇവയൊക്കെ ഇതിന് തടസ്സം തന്നെയാണ്. കടുവ, പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു 6 അംഗ സമിതി രൂപീകരിക്കലാണ്. പുലി നാട്ടിലിറങ്ങിയാൽ ഈ 6 അംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത്, നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല. സ്ഥിരമായി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന, കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും SOPയും നിലവിലുണ്ട്. ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ, അതിൻ്റെ ചലനം നിരീക്ഷിക്കൽ, ക്യാമറകൾ സ്ഥാപിക്കൽ, ഇത്തരം കാര്യങ്ങൾ അതിൽ ചിലതാണ്. ഇതിനായി DFO അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ്റെ റിപ്പോർട്ട്, അത് ശുപാർശ ചെയ്തുകൊണ്ട് CCFൻ്റെ റിപ്പോർട്ട്, ഇവ ലഭിച്ചാൽ മാത്രമേ മയക്കുവെടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് വാർഡന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം നടപടിക്രമങ്ങൾ
പാലിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോലും കാലതാമസം നേരിടുന്നത്. ഇത് പൊതുജനങ്ങളുടെ പരാതിക്ക് വലിയ തോതിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നിയമത്തിൻ്റെ പട്ടിക 2-ൽ പറഞ്ഞ കാട്ടുപന്നിയെപ്പോലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അവയെ ഏതു വിധേനയും കൊല്ലുന്നതിന് നിരവധി തവണ സംസ്ഥാനം അനുമതി തേടിയതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അനുമതി നിഷേധിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളതുകൊണ്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും അതിന് കീഴിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരള നിയമസഭ പ്രമേയം വഴി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ അഭ്യർത്ഥിച്ചത്. കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് മുൻകൈയെടുക്കാൻ സംസ്ഥാനത്തുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ തയ്യാറാകണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രശ്നം UGC 2025 കരട് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കരട് ചട്ടങ്ങൾ. ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7-ാം ഷെഡ്യൂളിലെ ലിസ്റ്റ് 2, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, അതിലായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ 1975-77 കാലയളവിൽ നടപ്പിലാക്കിയ 42-ാം ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതിയിലൂടെയാണ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നേരത്തെ 42-ാം ഭേദഗതിയിലൂടെ നടപ്പാക്കിയ പല മാറ്റങ്ങളും പുനഃസ്ഥാപിച്ചു. പക്ഷേ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം മാത്രം രാജ്യസഭയിൽ പാസ്സാകാത്തതിനാൽ നടപ്പിലായില്ല. അന്നത്തെ ഘട്ടത്തിലെ രാജ്യസഭയുടെ ഭൂരിപക്ഷം നിലവച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ എൻട്രി നമ്പർ 25 കൊണ്ടുവന്നെങ്കിലും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ച സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പലതും അതത് നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളാലാണ് നിയന്ത്രിക്കപ്പെട്ടു പോരുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ 75% ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിട്ടാണ് വഹിക്കുന്നത്. (2022) കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ അനാലിസിസ് ഓഫ് ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പുകൾ 2020-21 വർഷത്തിൽ ആകെ ചെലവാക്കിയ 6,25,000 കോടി രൂപയിൽ 85% സംസ്ഥാനങ്ങൾ നേരിട്ട് ചെലവഴിച്ചതാണ്. മറ്റു വകുപ്പുകളിലൂടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും വേണ്ടിയുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയാലും വിദ്യാഭ്യാസത്തിനുള്ള ആകെ ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് 76%.
കേന്ദ്രത്തിൻ്റേത് 24% കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 66-ൻ്റെയും 1956-ലെ UGC ആക്ട് പ്രകാരം രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെയും ചൂട് പിടിച്ചുകൊണ്ടാണ് സർവകലാശാലാ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കുന്നത്. ഇത് തീർത്തും നീതിരഹിതമായ നടപടിയാണ്. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 66-ൽ പറയുന്നത് ഇപ്രകാരമാണ്: കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓർ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കുമുള്ള നിലവാരങ്ങൾ ഏകീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ കാര്യമാണ്. അതല്ലാതെ അതിൽ കൂടുതൽ അധികാരം കേന്ദ്രത്തിന് ഭരണഘടന നൽകുന്നില്ല. ഭരണഘടനാ അസംബ്ലിയിൽ ഇന്നത്തെ എൻട്രി 66-ൻ്റെ ആദ്യ രൂപം അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ BR അംബേദ്കർ നടത്തിയ പ്രസംഗം ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ്. സംസ്ഥാന ലിസ്റ്റിലേക്കുള്ള വിഷയമായി കരുതിയ ഈ എൻട്രി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിൽ. അതിന് ഡോക്ടർ അംബേദ്കർ മറുപടി പറഞ്ഞു. ഈ എൻട്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം നിലനിർത്തുന്നതിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന BA ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മറ്റു മാനദണ്ഡങ്ങളോ പലതരത്തിലാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനാണ് സംസ്ഥാനങ്ങളിൽ പൊതുവായ മാനദണ്ഡവും ഏകീകൃത രീതിയും ഉറപ്പുവരുത്താൻ യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനൊരു പരാമർശം എഴുതി ചേർത്തത് എന്നാണ് ഡോക്ടർ അംബേദ്കർ 1949 ഓഗസ്റ്റ് 31 ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആശങ്കയുടെ കാര്യത്തിലുള്ള മറുപടിയിൽ പറഞ്ഞത്. അതായത് എൻട്രി 66-ൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ആരുടെ ഉത്തരവാദിത്വമാണെന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 32-ഉം കൺകറൻറ്റ് ലിസ്റ്റിലെ എൻട്രി 25-ഉം സംശയരഹിതമായി വ്യക്തത നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിലെ എൻട്രി 66, 32, 25 എന്നിവ പരിശോധിക്കുമ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എൻട്രി 66-ൽ വ്യക്തമായി പറയുന്നവ ഒഴികെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഏകീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുക എന്ന പരിമിതമായ ദൗത്യം മാത്രമേ സംസ്ഥാന സർവകലാശാലകളിൽ കേന്ദ്രത്തിനുള്ളൂ. 1956-ലെ UGC ആക്ട് പ്രകാരം നിർമ്മിച്ച ചട്ടങ്ങൾ യാതൊരു തരത്തിലും സംസ്ഥാന നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സർവകലാശാലകളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതിയല്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞതുകൊണ്ട് ഭരണഘടനയുടെ സ്പിരിറ്റ് കൃത്യവും വ്യക്തവുമാണ്. 2025-ലെ പുതിയ UGC കരട് മാർഗനിർദ്ദേശങ്ങൾ
ഭരണഘടനാ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ധാരാളം വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നവയാണ്. കരടിലുള്ള പല നിർദ്ദേശങ്ങളും രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണ്. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുകയാണ്. സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന നിലയാണ് പുതിയ UGC നിർദ്ദേശത്തിലുള്ളത്. വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം നൽകാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനങ്ങൾ ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളിൽ ഇനി മുതൽ കേന്ദ്രം ഭരണം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരുതരം രാഷ്ട്രീയ ധാർഷ്ട്യമാണ്. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാനങ്ങൾ വലിയ തുക ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ കവരാൻ ശ്രമം നടക്കുന്നത്. സംസ്ഥാനങ്ങളുമായോ അക്കാദമിക് വിദഗ്ധരുമായോ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശവും കരടിലുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടിരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നാണ് സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തെഴുതിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെയും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് കേരളം മുൻകൈയെടുക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് 570 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സർജൻ 35, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 2 150, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 250, ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 135. ഇത്രയുമാണ് തസ്തികകൾ. നിയമന നടപടികൾ പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമായി അനിവാര്യമായ തസ്തികകൾ സൃഷ്ടിക്കും. ഇക്കാര്യം പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഓരോ ജില്ലയിലും ആവശ്യം വരുന്ന അസിസ്റ്റൻറ്റ് സർജൻ ഒഴികെയുള്ള തസ്തികകൾ ആരോഗ്യവും കുടുംബക്ഷേമവും വകുപ്പിന് നിശ്ചയിക്കാവുന്നതുമാണ്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തീർത്ഥാടനം സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയത്. അതിൽ ഭക്തർ സംതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്ഥാടന ക്രമീകരണങ്ങളിൽ അനുഭവസമ്പന്നരെ ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റങ്ങളും വെർച്വൽ ക്യൂവും
ഒപ്പം തത്സമയ ബുക്കിംഗ് ഏർപ്പെടുത്തിയതും മണിക്കൂറുകൾ നീളാതെ ദർശന സൗകര്യം ലഭ്യമാക്കിയതുമൊക്കെ സുഖദർശനത്തിന് ഇടയാക്കിയ കാരണങ്ങളാണ്. ഈ സീസണിൽ 1/2 കോടിയോളം പേരാണ് ശബരിമല സന്ദർശിച്ചത്. പ്രതിദിനം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയെന്നാണ് കണക്കാക്കുന്നത്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണ്. തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഈ ഒരു തീർത്ഥാടന കാലം മാത്രം ലക്ഷ്യമിട്ടല്ല, 25 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് തയ്യാറാക്കിയ ലേഔട്ട് പ്ലാനിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സന്നിധാനത്തിൻ്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിൽ 600,47 രൂപയും 2028-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100,02,00,000 രൂപയും 2034-39 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68,00,000 രൂപയും അങ്ങനെ ആകെ 778,17,00,000 രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഇതാണ് പൊതുവെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള വിഷയങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പുതിയ ഭേദഗതികൾ എന്ന തരത്തിലല്ല വന്നത്. നേരത്തെ തയ്യാറാക്കിയ ഒരു ഭേദഗതി അതേ രീതിയിൽ കൊണ്ടുവരുന്നൊരു നിലയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല. ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ. എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത്. അല്ല, ഇത് നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ എല്ലാ കാലത്തും ഈ മലയോര നിവാസികളുടെ ആ ജനതയുടെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വല്ലാത്ത ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് നേരത്തെ വനമന്ത്രി പറഞ്ഞതെങ്കിലും തൽക്കാലം ഈ നിയമം തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നീക്കവും ആ ജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്ന് വ്യക്തമാക്കൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട രീതിയിൽ നടപ്പാക്കാനാവില്ലല്ലോ. ഇപ്പോൾ ബഫർ സോൺ, നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് ബഫർ സോൺ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമില്ലേ? അത് സംസ്ഥാന സർക്കാരിനും അഭിപ്രായമില്ലേ? പക്ഷേ കേന്ദ്ര നിയമമല്ലേ, കേന്ദ്രമല്ലേ ഒരു നിലപാടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രധാന തടസ്സമായിട്ട് വരുന്ന കാര്യം. PV അൻവർ രാജിവെക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുമത്. കഴിഞ്ഞ മാർച്ചിലാണ് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അതിൻ്റെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട
മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുള്ളതാണോ? CMA എന്താണത് അറിയാം? അല്ല, ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ്. അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവിൽ ജനങ്ങൾക്കും അഭിപ്രായം, ഞങ്ങൾക്കുള്ള അഭിപ്രായം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അൻവറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങേക്കെതിരെ അൻവർ നിരന്തരം ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CPM-ലെ തന്നെ ഉന്നതർ ആവശ്യപ്പെട്ട പ്രകാരമാണ്. അങ്ങനെ എന്തെങ്കിലും അങ്ങേക്കെതിരെ നീക്കം പാർട്ടിയിലുണ്ടോ? അതല്ലത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ, ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത്. ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ഗവർണറുമായി വലിയ സംഘർഷത്തിലേക്കായിരുന്നു നിയമസഭയിൽ രേഖാമൂലം ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം. അത് അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി നൽകുകയും അത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണെന്നും അദ്ദേഹം PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഓഫീസിൽ എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്നൊരു ഓഫീസല്ല. ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല. ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിൽ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് സഹായകരമാകുമെങ്കിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ അന്ന് പറഞ്ഞത് PCC ആണ് ഈ അന്വേഷണം തന്നെ അട്ടിമറിച്ചതെന്ന്, ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഏത് അന്വേഷണം? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു, അത് മറ്റൊരാൾ അപ്പോൾ P ശശി തന്നെയാണ് ഈ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ? അതാണ് അത് നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനതൊന്നും പറയുന്നതല്ല നല്ലത്. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ അത് ശരി. അല്ല, ഞാൻ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അൻവറല്ലല്ലോ. അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിലൊക്കെ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കോളൂ. അല്ല, അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി. ഇപ്പോൾ അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ. പക്ഷേ അദ്ദേഹം വന്ന വരവ്, ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്നതല്ലല്ലോ ശരി. ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. Chief Minister, a Thrissur native died in Russia. It has been confirmed by the MEA. For 8 months, the family has been trying to get him safely, but they have failed. Do you think the MEA has failed completely in getting back a Keralite safe back home? And what is the state government doing now to get the body back? Is there anything update on it?
ഇതങ്ങേയറ്റം നിർഭാഗ്യകരമായൊരു വശമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഈ മറ്റ് സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. അതിൽ ചില പേരുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് പത്രവാർത്ത വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ചെന്നപ്പോഴാണ് പിന്നെ പറയുന്നു ഇത് റഷ്യയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഈ സൈന്യത്തിലേക്ക് ആളെ വിടുന്നു എന്ന് പറയുന്നത്. ഇങ്ങനൊരു അവസ്ഥ വലിയ തട്ടിപ്പും ഒരു തരത്തിലുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ച് തന്നെ നീങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത്. ശബരി റെയിലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട്. അതിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ്. അത് നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത്. ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ വ്യവസായിയാണ്. സാധാരണ കാണാത്തൊരു രീതിയാണ്. CM കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിലും അക്കാര്യം പറഞ്ഞു. സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇതൊരു മെസ്സേജ് ആണോ CM? അതല്ല ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എന്നുള്ളതാണോ? അതല്ല എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണോ? എന്താണ് മെസ്സേജ്? ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തയാൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നും പരിഗണിക്കില്ല. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ്. അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അത് തന്നെയാണ് തുറന്നു പോവുക. Today, Rahul Gandhi in Delhi today stated that they are fighting the BJP, the RSS, and the Indian state. And how do you, as a part of the India alliance, do you endorse this view that they're You fighting? please repeat the question. Rahul Gandhi has stated they are fighting the BJP, RSS, and the Indian state. As a part of the India alliance, do you endorse this view? ഈ താരതമ്യപ്പെടുന്നുണ്ടോ ഈ ഒരു വ്യൂ ആയിട്ട്? ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അത് വ്യക്തത കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം നിൽക്കുകയാണല്ലോ. സമീപകാലത്തൊന്നും കേൾക്കാത്ത രീതിയിലാണ് അങ്ങനെ ഒരു വിഭാഗം ഹൈന്ദവ തീവ്രവാദികൾ ലൈനിലുള്ളവർ വരുന്നു. അതിനെ മറ്റൊരു മുസ്ലിം തീവ്ര ലൈനിലുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതൊരു തർക്കത്തിലേക്ക് പോകുന്നു. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിനും പോലീസിനും മാറേണ്ടി വരുന്നു. എന്താണ് CM അതിലുള്ള സ്റ്റാൻഡ്? വലിയ ചർച്ചയാണെന്ന് ചോദിക്കാം. അല്ല, അതിൽ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കോടതിയിലും അത് എത്തിയിട്ടുണ്ട്. കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണ്. നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ്. ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു പാട്ട് പുറത്തിറക്കി. അതിൽ CM-നെ പ്രകീർത്തിച്ചുള്ള പാട്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടൂല്ലേ? അല്ല, അത് ആരാന്നറിയില്ല, എനിക്കറിയില്ല. ഏതാ ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഒരു വലിയ കട്ടൗട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് CM വരുന്നതിന്റെ സ്ഥലത്ത് ഇതേ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ഹൈക്കോടതി മേഖലത്ത് കർശനമായ നിലപാടെടുത്തു, കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു, ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ. അതിനിടയിലാണ് CM-ന്റെ തന്നെ വലിയ കട്ടൗട്ടോടുകൂടി ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല. സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടി വരും. വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല. അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിയമവിധേയമായിരിക്കണം. നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവേ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിന് ഏതായാലും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ നിയമവിധേയമായിരിക്കണം. നിയമവിധേയമാകാൻ എന്താ മാർഗം? സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ ഈ കാര്യങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം. അപേക്ഷിച്ച് അനുമതി വാങ്ങണം. അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഈടാക്കട്ടെ. അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻറ് ആ കാര്യത്തിലുള്ളത്. ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തദ്ദേശഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണേണ്ടതായിട്ടുള്ളൂ. ആ എങ്ങനെ അല്ല, നിങ്ങൾ കാണേണ്ടത് ഇതാണ്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം. ശിവഗിരി സന്യാസിമാർ ഈ ഷർട്ട് ഊരുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആ ആചാരം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ആചാര പരിഷ്കരണ യാത്ര തുടങ്ങാൻ പോവാണ്. ദേവസ്വം ബോർഡ് നിവേദനം കൊടുത്തുകൊണ്ട്. പക്ഷെ അതിനിടയിൽ തന്നെ അന്നത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു നിലപാട് ശ്രീമതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആചാരങ്ങൾ മാറ്റാൻ പാടില്ല. അതിൽ സ്വാമിയുടെ പ്രസ്താവനയിൽ എന്തിനാണ് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു വിമർശനം NSSന്റെ. ഇതിൽ ശിവഗിരി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു, ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു എന്നുള്ളത് പത്രവാർത്ത വന്നിട്ടുണ്ട്. അത് മാതൃകാപരമായ നിലപാട് തന്നെയാണ്. കാരണം ശിവഗിരി മഠം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അതിന് ആധികാരികമായൊരു സ്ഥാനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്യാസി വര്യനാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്, മാതൃകാപരമാണ്. അതിലൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങളധികം വിഷമിക്കണ്ട, അത് ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഒരേ
അല്ല, ഇത് സാധാരണ നിലക്ക് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും കഴിവുറ്റ ഒരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കണ്ടെത്തി എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റ് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി അല്ലേ?